ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റീവ് മോർണിംഗ് റുട്ടീൻ വീഡിയോ ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റുകൾ വരുന്നതും ഇങ്ങനെയുള്ള വീഡിയോസിനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 1-2 റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അതുപോലെ ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഗ്രീൻ ടീക്കുള്ള വെള്ളം വെക്കുകയാണ്. അതാണ് നമ്മുടെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത്. എന്നും തന്നെ രാവിലെ ഞങ്ങൾ 2 പേരും ഗ്രീൻ ടീയാണ് കുടിക്കുന്നത്. അതുപോലെ തന്നെ 4 മുട്ട പുഴുങ്ങാനായിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 മുട്ട എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കും. ഇപ്പം നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് ഡയറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇപ്പം നമ്മൾ 2 മുട്ടയാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് 4 ഇട്ടേക്കുന്നത്. ഇനി ഇന്നത്തെ ഒരു റെസിപ്പിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയാണ് കേട്ടോ. അപ്പം നമ്മൾ റെസിപ്പീസ് ഒന്നും ഈ അടുത്തായിട്ട് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ട് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു റെസിപ്പീസ് ഒന്നും ഇടാത്ത എന്താണെന്ന്. മെയിനായിട്ടും റെസിപ്പീസ് ഇടാത്തതിൻ്റെ കാരണം ഒരുപാട് പേർക്കും റെസിപ്പീസ് കാണാനായിട്ട് താല്പര്യമില്ല. വളരെ കുറച്ച് പേർക്ക് മാത്രമേ താല്പര്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ റെസിപ്പീസ് അധികം ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി വെക്കാനായിട്ട് ഞാനിപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തലേന്ന് തന്നെ പിറ്റേ ദിവസത്തേക്ക് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കും. അതാകുമ്പോൾ രാവിലെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. സവാള അരിഞ്ഞ് വെക്കുക, പച്ചക്കറികൾ അരിഞ്ഞ് വെക്കുക, പിന്നെ തേങ്ങ ചിരണ്ടി ഇത് ഫ്രീസറിലുണ്ടാവും. അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കുക്കിംഗ് കഴിയും. അപ്പോൾ ഈ സവാള ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയാണ് ഞാൻ പൊടികളായിട്ട് ആഡ് ചെയ്തത്. ഇതൊന്നുമല്ലാതെ ഞാൻ വേറൊരു രീതി വയ്ക്കുന്നത്, മഞ്ഞപ്പൊടിയുടെ കൂട്ടത്തിൽ നമ്മൾ വറ്റൽമുളക് പൊടിച്ചിട്ട് അല്ലെങ്കിൽ ചതച്ചിട്ട് അത് ആഡ് ചെയ്തിട്ടും ഞാൻ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി വെക്കാറുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് പൊടികളെല്ലാം ആഡ് ചെയ്തിട്ടാണ്. ഇങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് വാടിയൊന്നും വരണ്ട. ഒന്ന് നമ്മൾ 2 മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതവിടെ ഇരുന്ന് ഒന്ന് സ്ലോ കുക്ക് ചെയ്യുകയാണ്. നമ്മളിത് മൂടി വെക്കത്തില്ല. മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്തൊരു എന്താ പറയുക, ഒരു ഒട്ടി പിടിക്കുന്ന പോലെ ഒരു പശ പോലെ വരും. അതുകൊണ്ട് ഞാൻ മൂടി വെച്ചിട്ട് അത് വേവിക്കത്തില്ല. അത് ഓപ്പൺ ചെയ്ത് തന്നെ വെച്ചിട്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മുരിങ്ങയിലയാണ്. നമ്മുടെ നാട്ടിലൊക്കെ സുലഭമാണ്, പക്ഷേങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ കിട്ടാൻ വലിയ പാടാണ്. ഇതിപ്പം രതീഷേട്ടൻ്റെ അടുത്തുനിന്ന് ദിനു ഇടയ്ക്കിടയ്ക്ക് ഇപ്പം മുരിങ്ങയില എടുത്തുകൊണ്ട് വരാറുണ്ട്. അങ്ങനെ എടുത്തുകൊണ്ട് വന്ന മുരിങ്ങയിലയാണ്. അപ്പോൾ അത് ഞാനൊന്ന് അതിൻ്റെ ഇലയൊക്കെ ഒന്ന് അടർത്തിയെടുക്കുകയാണ്. ഇപ്പോൾ അത്യാവശ്യം കറിക്ക് വേണ്ടിയിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി ഞാൻ സമയം കിട്ടുന്നത് പോലെ ഇന്ന് തന്നെ അതൊന്ന് എടുത്ത് മാറ്റി വയ്ക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് വേണ്ട സമയത്തെടുത്ത് ഈസി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇന്നത്തേക്ക് വേണ്ട കറിക്കുള്ളത് മാത്രമാണ് ഒന്ന് അടർത്തിയെടുക്കുന്നത്. മുരിങ്ങയില നല്ല ഔഷധ ഗുണമുള്ളതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപോലെ ഇഷ്ടമാണ് മുരിങ്ങയില കറി വെക്കുന്നതും തോരൻ വെക്കുന്നതും ഒക്കെ. മുട്ടയൊക്കെ ഇട്ട് തോരൻ വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. അത് അവിടെ കിടന്ന് സ്ലോ കുക്ക് ചെയ്ത് നല്ല പോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങയില കറി വെക്കാനായിട്ട് തുടങ്ങാം. അതിന് ഞാൻ ആദ്യമേ തന്നെ, നിങ്ങളോർക്കും ഐസ്ക്രീമിൻ്റെ പാത്രമൊക്കെ എന്തിനാണ് എടുക്കുന്നതെന്ന്, അതിൽ ഞാൻ തേങ്ങ ചിരണ്ടിയത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കറിക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ട് ജസ്റ്റ് മൈക്രോവേവിൽ ഒരു 30 സെക്കൻഡ്സ് വെച്ചാൽ മതി. അത് നോർമൽ റൂം ടെമ്പറേച്ചറിലേക്ക് ആയി കിട്ടും. പിന്നെ നമുക്കത് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനതൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ തേങ്ങ നമ്മളൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. ആവശ്യത്തിന് എരിവിനനുസരിച്ച് പച്ചമുളകും കുറച്ച് ജീരകവും അതുപോലെ 2 വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ മദറിൻലോ വെക്കുന്ന ഒരു കറിയാണ് കേട്ടോ. അവിടെ മാവേലിക്കരയിൽ കല്യാണം കഴിഞ്ഞ് ചെന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു കറി കൂട്ടി തുടങ്ങിയത്. അപ്പോൾ അത് നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം കടുക് ഇട്ട് കൊടുക്കുക. സാധാരണ നമ്മൾ കറികൾ വെക്കുന്ന പോലെ തന്നെ. അപ്പോൾ കടുകൊക്കെ ഇട്ട് കൊടുത്ത് കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും മുരിങ്ങയില നല്ലപോലെ കഴുകി വാഷ് ചെയ്തതിന് ശേഷം അത് ഞാൻ എൻ്റെ വെള്ളം വാലാനായിട്ട് അരിപ്പയിൽ ഇട്ട് വെച്ചിരുന്ന കേട്ടോ. അപ്പോൾ ആ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ആ മുരിങ്ങയില ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അതും പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. തേങ്ങയൊക്കെ നമ്മൾ എടുത്തത് ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ മുരിങ്ങയില എടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ മുരിങ്ങയില ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടാലും മതിയാവും. അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങയുടെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക.
തേങ്ങയുടെ മിക്സ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തുമാത്രം വെള്ളം വേണോ അതനുസരിച്ചിട്ട് നമുക്ക് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് തിക്കാകാതെ കുറച്ച് ലൂസായിട്ടിരിക്കുന്ന കറിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ. ഉപ്പ് നോക്കണം കേട്ടോ, അത് പ്രധാനമാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് അതിന് ഉപ്പ് മതിയോന്ന് നോക്കുക. മുരിങ്ങയിലക്കറി റെഡി ആവുന്ന സമയം കൊണ്ട് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പ് നോക്കിയപ്പോൾ എല്ലാം പാകത്തിനാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മുരിങ്ങയിലയിലേക്ക് വരികയാണെങ്കിൽ മുരിങ്ങയിലക്കറി ഇവിടെ റെഡിയായി. അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഒരുപാട് തിളച്ചു മറിയാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റായി പോകും. അതുകൊണ്ട് അതൊന്ന് ചൂടായി നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. എരിവും ഉപ്പും എല്ലാം പാകത്തിനാണ്. അത് കഴിഞ്ഞ് ഞാൻ അത് രണ്ടും വേറെ പാത്രങ്ങളിലേക്ക് ആക്കിയിട്ടുണ്ട്. നല്ല നമുക്ക് പാത്രങ്ങൾ കഴുകി വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് മൂടിയിട്ട് ഞാൻ സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. കുക്കിംഗ് കഴിയുന്നതിനനുസരിച്ച് നമ്മൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിച്ച് വേറെ പാത്രങ്ങളിലേക്ക് ആക്കി മാറ്റുകയാണെങ്കിൽ ആ കുക്ക് ചെയ്ത പാത്രങ്ങൾ നമുക്ക് കഴുകാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ അടുക്കളയിൽ ഒരുപാട് സ്പേസ് വേണ്ടി വരും നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന പാത്രങ്ങളിൽ തന്നെ വെക്കുമ്പം. മറ്റേതാകുമ്പോൾ ഒതുങ്ങി അവിടെ ഇരുന്നോളും. അപ്പം ഞാൻ ആ പാത്രങ്ങളൊന്നും കഴുകി വെക്കുകയാണ്. അല്ലേ തന്നെ ഒരുപാട് പാത്രങ്ങളായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മടിയാവും ചെയ്യാനായിട്ട്. അതേസമയം കുറച്ച് ഉള്ളെങ്കിൽ അപ്പോൾ കഴുകി പോകുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ വൃത്തിയായിട്ട് അടുക്കള കിടക്കുകയും ചെയ്യും. അതിന് ഞാൻ ആ പാത്രങ്ങൾ അന്നേരം തന്നെ ഒന്ന് കഴുകി വെക്കുകയാണ്. പാത്രം എണീറ്റിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പണി തീർക്കുന്നതും. പാത്രമെല്ലാം കഴുകി കഴിഞ്ഞിട്ട് കുടിക്കാനായിട്ടുള്ള വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. റൈസ് കുക്കറിൽ തലേന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചോറൊന്ന് തിളപ്പിക്കാനായിട്ടും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് ഒന്ന് തിളച്ച് റെഡിയായി വരട്ടെ. ഇനിയിപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ പുഴുങ്ങാനിട്ട മുട്ടയിലെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് ഐസ് വാട്ടർ ഒഴിക്കുകയാണ്. അപ്പോൾ ഐസ് വാട്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ തൊലി പൊളിച്ചെടുക്കാനായിട്ട് പറ്റും. ഈസി ആയിട്ട് റിമൂവ് ആയി വരും. ഒരു 2 മിനിറ്റ് അത് തണുത്ത വെള്ളത്തിൽ കിടന്നാൽ മതി. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു തോടൊക്കെ ഒന്ന് റിമൂവ് ചെയ്യട്ടെ. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുണ്ടെന്ന് പറഞ്ഞ കാര്യം, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ അടുക്കളയിൽ ഒതുങ്ങി നിന്നോണം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ പറയുന്നത് കേട്ട് ഭർത്താവ് പറയുന്നത് കേട്ട് മാത്രം ജീവിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയ്ക്കൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഇല്ലെങ്കിലും നമ്മുടെ ഇടയ്ക്ക് മിക്ക വീടുകളിലും അങ്ങനെ തന്നെയുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഈ അടുത്ത് ജനൂസ് വ്ളോഗ്സ് എന്ന് പറയുന്നൊരു ചാനൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി നിങ്ങളൊന്ന് നോക്കുക. ആ കുട്ടിയുടെ ചാനൽ നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു ചാനലാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം 4 വർഷം മുൻപ് പഠിത്തം നിർത്തിയ കുട്ടി ഇപ്പോൾ വീണ്ടും പഠിക്കാൻ പോയി അതിൻ്റെ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യുന്നു. അപ്പം പുള്ളിക്കാരി ഡെയിലി വ്ളോഗുകളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം വ്ളോഗിൽ മോട്ടിവേഷൻ എന്ന രീതിക്ക് പഠിക്കാൻ പോയതിൻ്റെ കാര്യങ്ങളും ഒക്കെ കുട്ടി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഒരു മോട്ടിവേഷനാണ് ആ കുട്ടിയുടെ ആ ഒരു സ്റ്റോറി കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു യൂട്യൂബർ കൂടിയാണ് ജനൂസ് വ്ളോഗ് ജെൻസി. അപ്പം ജെൻസി ഇങ്ങനെ ഒരു വീഡിയോ എക്സാമിന് പോകുന്നതിന് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനടിയിൽ വന്ന കമൻസൊക്കെ ശരിക്കും പറഞ്ഞാൽ കോമഡി ആയിരുന്നു. നീ ഇങ്ങനെ നടക്കുന്നത് നിൻ്റെ ഭർത്താവ് ഒരു പെൺകോന്തനായതുകൊണ്ടാണ്. വീട്ടിലെ ജോലി ചെയ്യുന്നത് അമ്മായിയപ്പനും ഭർത്താവും കൂടെയാണ്. അതുപോലെ തന്നെ എന്താണ് ഷോ ഓഫാണ്, ഇങ്ങനെയൊന്നും കാണിക്കേണ്ട ഒരാവശ്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇത്, അസൂയയാണോ അതോ ഒരാൾ നല്ല രീതിയിൽ മറ്റുള്ളവർക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനകത്ത് ഇത്ര ഒരു ബുദ്ധിമുട്ട് തോന്നേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് അറിയാവുന്നത് കൊണ്ടാണ് ആ കുട്ടി ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ട് ആ കുട്ടിയുടെ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് തന്നെ അത് പഠിക്കാനായിട്ട് പോകുന്നത്. അത് കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് അഭിമാനം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ അങ്ങനെയുള്ള രീതികൾ കാണുമ്പോൾ അതൊരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കുക ചെയ്യേണ്ടത്. അല്ലാണ്ട് ആ കുട്ടിയെ കുറ്റപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നവരുടെ ആ ഒരു ചിന്താഗതിയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. എന്തെങ്കിലും പറഞ്ഞ ഉടനെ പറയും അവൻ പെൺകോന്തനായിട്ട്, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അവൾ ഇങ്ങനെ നടക്കുന്നതെന്ന്. എന്താണ് കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു വീട്ടിൽ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ വീട്ടുജോലി ചെയ്യുന്ന ഒരു വസ്തു മാത്രമാണോ ഭാര്യ എന്ന് പറയുന്നത്? പുറത്തിറങ്ങാനോ ജോലിക്ക് പോകാനോ ഒന്നും പാടില്ല എന്നാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഉദ്ദേശിക്കുന്നത്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് വരെ, ഗുഡ് മോർണിംഗ് എന്ന് പറയും. ഗുഡ് മോർണിംഗ്. ഒങ്ങിയോ? എന്താ ലേറ്റായി എണ്ണീക്കാൻ? അപ്പ എന്തേ? ഓഫീസിൽ പോയോ? പല്ല് തേക്കാം. പല്ല് തേച്ച് ദോശ കഴിക്കാം. ദോശ പാലും ബാലും ബബിലും വേണോ?
ബാലു ബബ്ലു കാണണം. പല്ല് തേച്ചിട്ട് കാണാം കേട്ടോ. ആ കറണ്ട് ഇല്ലെന്നേ. കറണ്ട് ഇങ്ങനെ പോവാ രാവിലെ തൊട്ട്. കറണ്ട് ഇനി ഇല്ലെന്ന്. ഇനി 6 മണിക്കേ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഉണ്ടാകും ഓരോരോ ആഗ്രഹങ്ങൾ. അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ വേറൊരാളായി ജീവിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ലൈഫിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടാകും. അതേസമയം നമുക്ക് ഉള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുമ്പം നമ്മളും ഹാപ്പിയാകും. നമ്മൾ ഹാപ്പി ആയിരുന്നാൽ നമ്മുടെ ഫാമിലിയും ഹാപ്പിയാവും. അതുകൊണ്ട് തന്നെ എല്ലാവരും നമുക്ക് എന്താണോ ആവശ്യമെന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ട് ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പാവയായി മാറാതിരിക്കുക. ഇതാണ് എനിക്ക് എല്ലാവരോടും പറയാനായിട്ടുള്ളത്. ഞാൻ സംസാരിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോയെന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇനി പാത്തുവിന് ഞാൻ ദോശയും ചമ്മന്തിയൊക്കെ കൊടുക്കാനായിട്ട് പോവാണ്. പിന്നെ ഇന്നത്തെ ഡേ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഡേ കൂടിയാണ്. ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ഡേ ആണ്. അതിനുള്ള കാരണം ഞാൻ പറയാം. ഇവരാണ് ഇതിനുള്ള കാരണം. കിച്ചു ആണ് പാത്തുവിൻ്റെ ഫ്രണ്ട്. എപ്പോഴും പാത്തു പറയുന്ന കിച്ചു അല്ല, ഇത് ഫസ്റ്റ് ടൈം കാണുന്ന ഫ്രണ്ടാണ് പാത്തുവിൻ്റെ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ കൂടിയാണ്, നമ്മുടെ ഫാമിലി മെമ്പറാണ് ദീപ്തിയുടെ മോനാണ് കിച്ചു. അവർ പാത്തുവിനെ കാണാനായിട്ട് വന്ന കേട്ടോ. ഒരുപാട് സന്തോഷമായി. കാരണം ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്, നമ്മളെ കാണാനായിട്ട് ഒരാൾ വരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷവും അതുപോലെ താങ്ക്സും ഉണ്ട് നമ്മളെ കാണാൻ വന്നതിലും നമ്മുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിലും ഒക്കെ. അപ്പോൾ കിച്ചുവിൻ്റെ കൂട്ടത്തിൽ പാത്തു ഭയങ്കര കളിയായിരുന്നു. അതുപോലെ അവർ പോയതിന് ശേഷം ഭയങ്കര കരച്ചിലും ബഹളവുമായിരുന്നു. അവരുടെ കൂടെ പോകണം എന്ന് പറഞ്ഞിട്ട് ഇനി ഒരു ദിവസം നമ്മൾ അവരുടെ വീട്ടിലോട്ടും കൂടെ ചെല്ലാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഇവർ തൊട്ടടുത്ത് തന്നെയാട്ടോ താമസിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ദീപ്തിക്കും കിച്ചുവിനും താങ്ക്സ് പറയാണ്. അപ്പോൾ അങ്ങനെ അവർ കുറച്ച് സമയമൊക്കെ നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് അവർ തിരിച്ചു പോയി കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു എന്ന്. അങ്ങനെ അവർ തിരിച്ചു പോയി. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പാത്തു ഒന്ന് ഓക്കെ ആയി വന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേജും ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ക്ലീനിങ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം ലാസ്റ്റ് വീഡിയോയിൽ ക്ലീനിങ് വീഡിയോ ആയിരുന്നു. അത് കണ്ടിട്ട് ഒരുപാട് നല്ല കമൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചു കൊള്ളുന്നു. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.